ഹലോ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് ചീരത്തോരനിലേക്ക് കിടക്കാം. ചീരത്തോരന് വേണ്ട ചീര നമ്മൾ ഫ്രഷായിട്ട് ചീര നന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. അടുത്തതായിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ തേങ്ങ എടുത്ത് ഒതുക്കി വെച്ചേക്കുകയാണ്. പിന്നെ അതിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചീരത്തോരന് വേണ്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതോടുകൂടെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഇത്. സോ എല്ലാവരും നമുക്ക് ട്രൈ ചെയ്യുക. നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ ചീരത്തോരന് വേണ്ടിയിട്ടുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി പോകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ മുളക് പൊടി ഇടുക. ഇളകുന്നോട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്ന് മൂപ്പിച്ച് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊക്കെ മൂപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. ചീര ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇത്തിരി സവാളയും കൂടെ അല്ലാതെ മാറ്റി വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വരട്ടി കൊടുക്കുക. എന്നിട്ട് അടുത്ത് അല്പം ഉപ്പും കൂടി ഇടുക. ഉപ്പെന്ന് വെച്ചാൽ സവാളയൊക്കെ നന്നായിട്ട് വരണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. അടുത്തത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിടുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമ്മുടെ ചീരക്ക് ഏകദേശം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് നമുക്ക് ഒതുക്കി വെച്ചതിന് ശേഷം മൂടി അടിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. തന്നെ ചീരയിലേക്ക് വെള്ളം ഇറങ്ങി വരും. സോ ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടി. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു ഡിഷിലേക്ക് മാറ്റാം. ഹലോ ഗൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഇത് ചോറിൻ്റെ ഒപ്പവും വേറെ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാവുന്ന അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ തനി നാടൻ, നമ്മുടെ കുടിയിൽ നിന്നുണ്ടായ ചീരയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ ചീര വളർത്തുകയും അതനുസരിച്ച് നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യുക. സോ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഹലോ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് ചീരത്തോരനിലേക്ക് കിടക്കാം. ചീരത്തോരന് വേണ്ട ചീര നമ്മൾ ഫ്രഷായിട്ട് ചീര നന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. അടുത്തതായിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ തേങ്ങ എടുത്ത് ഒതുക്കി വെച്ചേക്കുകയാണ്.
പിന്നെ അതിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചീരത്തോരന് വേണ്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതോടുകൂടെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഇത്. സോ എല്ലാവരും നമുക്ക് ട്രൈ ചെയ്യുക. നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ ചീരത്തോരന് വേണ്ടിയിട്ടുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി പോകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചില്ല. എണ്ണ ഒഴിച്ചിലേക്ക് ചുവന്നുള്ളി, ചതച്ച് വെച്ച ചുവന്നുള്ളി ഇട്ടു. അതൊന്ന് ഉണങ്ങി വന്നപ്പോഴത്തേനും നമുക്ക് അടുത്തത് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, ഇവിടെ നിന്നിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്ന് മൂപ്പിച്ച് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊക്കെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. ചീര ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇത്തിരി സവാളയും കൂടെ അല്ലാതെ മാറ്റി വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. എന്നിട്ട് അടുത്ത് അല്പം ഉപ്പും കൂടി ഇടുക. ഉപ്പെന്ന് വെച്ചാൽ സവാളയൊക്കെ നന്നായിട്ട് വരണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. അടുത്തത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിടുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമ്മുടെ ചീരപ്പ് ഏകദേശം ഒന്ന് അടുക്കിലേക്ക് വെച്ച് നമുക്ക് ഒതുക്കി വെച്ചതിന് ശേഷം മൂടി അടിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. തന്നെ ചീരയിലേക്ക് വെള്ളം ഇറങ്ങി വരും. സോ ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു ഡിഷിലേക്ക് മാറ്റാം. ഹലോ ഗൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഇത് ചോറിൻ്റെ ഒപ്പവും വേറെ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ അടിക്കാവുന്ന അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ തനി നാടൻ, നമ്മുടെ കുടിയിൽ നിന്നുണ്ടായ ചീരയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ ചീര വളർത്തുകയും അതനുസരിച്ച് നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യുക. സോ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.